ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു യു കെയിലേക്ക് ഞാൻ എങ്ങനെ എത്തി എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. ഞാൻ ഒന്ന് രണ്ട് കമൻറ്റ്സ് കണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ. ലൈക്ക് എങ്ങനെയാണ് ഞാനിവിടെ യു കെയിൽ എത്തിയത്, എന്ത് ടൈപ്പ് ഓഫ് വിസയാണ് എനിക്ക് കിട്ടിയത്, പിന്നെ ഏത് ഏജൻസി ത്രൂ ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ട് ഒന്ന് രണ്ട് പേരെ ചോദിച്ചുള്ളൂ. പക്ഷേ ഞാൻ ഓർത്ത് ഇതൊരു വീഡിയോ ആക്കി ചെയ്യാം, അതാകുമ്പം ഇൻ ഫ്യൂച്ചറും ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇത് എടുത്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. സോ ഞാൻ ഇവിടെ വന്നത് യൂത്ത് മൊബിലിറ്റി സ്കീം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കീമിലാണ്. ഇതൊരു 18 to 30 ഇയേഴ്സ് ഓഫ് ഏജ് ഉള്ളൊരു യങ് ഇന്ത്യൻസിന് ഉള്ളൊരു സ്കീമാണ്. ഇത് യങ് പ്രൊഫഷണൽ സ്കീം എന്നും പറയും, പക്ഷെ അതൊരു യൂത്ത് മൊബിലിറ്റി വിസേൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അത് നമ്മുടെ ഇന്ത്യൻസിന് മാത്രമേ ഉള്ളൂ. നമ്മളെന്തായാലും ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, ഒരു 18 to 30 ഇയേഴ്സ് ഓഫ് ഏജ് വേണം, പിന്നെ നമുക്കൊരു ബാച്ചിലേഴ്സ് ഡിഗ്രിയും കൂടെ വേണം. സോ ഇത്രയും 3 കണ്ടീഷൻസ് ഉള്ളവരെയാണ് ആക്ച്വലി അവർ എന്താ പറയുക കൺസിഡർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഡിപ്പെൻഡൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, ബിക്കോസ് നമുക്ക് ഡിപ്പെൻഡൻസിനൊന്നും യു കെയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. ഈ ഒരു വിസ എന്ന് പറയുന്നത് നമുക്ക് സിംഗിളായിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. അതുപോലെ നമുക്കിവിടെ 2 വർഷം വരെ പണിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വർക്ക് വിസ ടൈപ്പാണ് ഇത്. നമുക്കിവിടെ 2 വർഷം വരെ ഏത് ജോലി വേണമെങ്കിലും എത്ര ഹവർ വേണമെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാം, അതിന് വലിയ ലിമിറ്റേഷൻസ് ഒന്നുമില്ല. അങ്ങനെയുള്ളൊരു വിസ കാറ്റഗറിയാണ് ഈ യങ് പ്രൊഫഷണൽ സ്കീം എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു ബാലറ്റ് സ്കീമാണ്. നമ്മുടെ ഈ ഒരു 3 ക്രൈറ്റീരിയ ഉള്ള ഒരുപാട് പേര് ഈ ഒരു ഇതിലേക്ക് അപ്ലൈ ചെയ്യും. ഇത് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഗവൺമെൻറ് ഓഫ് യു കെൻ്റെ വെബ്സൈറ്റ് കയറിയിട്ടാണ്. ഇത് ആക്ച്വലി ട്വൈസ് എ ഇയർ എന്താ പറയുക ബാലറ്റ് ഓപ്പൺ ആവും. അപ്പോൾ നമ്മളത് ഓപ്പൺ ആവുന്ന ടൈമിൽ 2 ഡേയ്സാണ് ഉണ്ടാവുന്നത്. ഓൾമോസ്റ്റ് ഒരു 48 hours അവേഴ്സാണ് അത് തുറന്നിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിൽ നമ്മൾ ഗവൺമെൻറ് ഓഫ് യു കെ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. അതിനൊരു 2 വീക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മെയിൽ വരും, നമ്മൾ സക്സസ്ഫുൾ ആണോ അല്ലെങ്കിൽ അൺസക്സസ്ഫുൾ ആണോ എന്ന് പറഞ്ഞിട്ട്. ഇത് ആക്ച്വലി എൻ്റെ 5th ടൈമാണ് എനിക്ക് കിട്ടുന്നത്. ലൈക്ക് 5th ടൈമാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 4 തവണയും ഞാൻ അൺസക്സസ്ഫുൾ ആയിരുന്നു അങ്ങനെ. പക്ഷേ ഈ ഒരു തവണയാണ് ഭാഗ്യം ഉണ്ടായത്. ഇത് ആക്ച്വലി ഒരു ലക്ക് ബേസ്ഡ് ആണ്, ബിക്കോസ് ഇതൊരു ബാലറ്റ് സ്കീമാണല്ലോ. സോ ഇത് കംപ്ലീറ്റ്ലി ഒരു ലക്ക് ബേസ്ഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. നമുക്ക് ഉറപ്പായിട്ടും കിട്ടും എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഞങ്ങൾ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ടുഗെദറാണ് അപ്ലൈ ചെയ്യാറുള്ളത്. പക്ഷെ അതിലിപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക 2 years ബാക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതന്നെ വിസ കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പം എന്താ പറയുക 2 വർഷത്തിന് ശേഷമാണ് എനിക്ക് കിട്ടിയത്. ബാക്കിയുള്ളവർക്കൊക്കെ കുറേ പേർക്കൊക്കെ ഏജ് കഴിഞ്ഞു പോയി. അപ്പം എല്ലാവർക്കും കിട്ടും എന്നൊന്നും ഒരു ഷ്യൂറിറ്റി ഇല്ല ഇതിന്. ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുക, ബിക്കോസ് ഇത് ഫ്രീ ഓഫ് കോസ്റ്റാണ്. നമുക്ക് വേറെ എന്താ പറയുക ബാലറ്റിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കാശൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ ഓസ്ട്രേലിയൻ വിസയൊന്നും പോലെ ഓസ്ട്രേലിയൻ ബാലറ്റ് സ്കീമിലേക്ക് നമ്മളൊരു 25 ഓസ്ട്രേലിയൻ ഡോളർ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല, നമുക്ക് ഡയറക്റ്റ്ലി കയറി അപ്ലൈ ചെയ്യാം. അങ്ങനെ 2 ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 വീക്സ് കഴിയുമ്പം നമുക്കതിൻ്റെ റെസ്പോൺസ് കിട്ടും. ലൈക്ക് നമ്മൾ സക്സസ്ഫുൾ ആണോ അൺസക്സസ്ഫുൾ ആണോ. സക്സസ്ഫുൾ ആണെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്താ പറയുക യൂത്ത് മൊബിലിറ്റി സ്കീമിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാം. ആ ഒരു ആപ്ലിക്കേഷൻ ടൈമിൽ നമുക്ക് വരുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക 3 lakh എമൗണ്ടിൻ്റെ അടുത്ത് നമുക്ക് ഷോ മണിയും വേണം. അതുപോലെ ഒരു 3 ലക്ഷം രൂപയുടെ അടുത്ത് നമുക്ക് ചിലവും വരും. ലൈക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്, വിസ ചാർജ്, പിന്നെ നമുക്ക് അമൃത ഹോസ്പിറ്റൽ അല്ലെങ്കിൽ കിംസ് ഹോസ്പിറ്റൽ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. നമ്മൾ TB ഇല്ലയെന്ന് പ്രൂവ് ചെയ്യുന്നൊരു സർട്ടിഫിക്കറ്റാണ് അത്. സോ അത് വേണം. അതിന് നമ്മൾ അവിടെ ചെന്നിട്ട് ജസ്റ്റ് ഒരു എക്സ്റേ എടുക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ അതൊരു കംപ്ലീറ്റ് ഫുൾ ഡേ പ്രോസസ്സാണ്. ലൈക്ക് നമുക്കൊരു കംപ്ലീറ്റ് ഡേ ഞാൻ എന്താ പറയുക അമൃത ഹോസ്പിറ്റലിൽ ചിലവഴിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. സോ അതിൻ്റെ ഫോം ഫില്ലിങ്ങും ചെയ്യുന്നതും എല്ലാം കൂടെ ആയിട്ട് പിന്നെ അങ്ങനെ ഒരു ഇത് വേണം. പിന്നെ നമുക്ക് ലാംഗ്വേജ് ഒന്നും അവർക്കൊരു മാറ്റർ അല്ല. പിന്നെ ഓൾറെഡി എൻ്റെ കയ്യിൽ IELTS ഉള്ളതുകൊണ്ട് ഞാൻ IELTSൻ്റെ പേപ്പറും കൂടെ അതിൻ്റെ ഒപ്പം വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ നമുക്ക് അങ്ങനെ എന്താ പറയുക IELTS വേണം എന്നുള്ളതൊന്നും മസ്റ്റ് അല്ലായിരുന്നു ഇതിന് അപ്ലൈ ചെയ്യുമ്പോൾ. പിന്നെ നമുക്ക് എന്താ വേണ്ടത്, പിന്നെ നമുക്കൊരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം പാസ്പോർട്ട് ഓഫീസിൽ നിന്ന്. അതിന് എന്താ പറയുക എനിക്ക് കോഴിക്കോടല്ല എനിക്ക് കിട്ടിയിട്ടുണ്ടായ ലൊക്കേഷൻ, എനിക്ക് വടകരയായിരുന്നു കിട്ടിയിട്ടുണ്ടായത്. അങ്ങനെ ഞാൻ വടകരയിൽ ചെന്നിട്ടാണ് ഞാൻ എന്താ പറയുക ഈ ഒരു
പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടായത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്കാണ് കംപ്ലീറ്റ്ലി ചെയ്തിട്ടുണ്ടായത്. ലൈക്ക് വേറെ ആരെയും ഹെൽപ്പ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്താ പറയുക, ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഒരു മാവേശ് വേലായുധൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുള്ളിയുടെ യൂട്യൂബ് ചാനലാണ്. അത് ത്രൂ ആണ് ഞാനിങ്ങനെ ബാലറ്റ് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും എല്ലാം അറിയാറുള്ളത്. റാദർ ദാൻ എന്താ പറയുക, ഞാൻ തന്നെ ഗവൺമെൻറ് ഓഫ് UK സൈറ്റിൽ കയറി നോക്കിയിട്ടല്ല അറിയുന്നുണ്ടായത്. സോ നിങ്ങൾക്കത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തനിയെ തന്നെ ചെയ്യാവുന്ന കേസേ ഉള്ളൂ. പിന്നെ ഒരു 28 days വാലിഡിറ്റി ഉള്ളൊരു ബാങ്ക് ഇത്ര ഒരു എമൗണ്ട് ഷോ മണി ഉണ്ട് എന്ന് കാണിക്കണം. സോ അങ്ങനെയുള്ള ബേസിക് റിക്വയർമെൻറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ നമ്മൾ അടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 1 weekൻ്റെ അകത്ത് നമുക്ക് പാസ്പോർട്ട് റിട്ടേൺ ആയിട്ട് VFS നിന്ന് കിട്ടുന്നുമുണ്ട്. അങ്ങനെ ഭയങ്കര ഒരു സിമ്പിളായിട്ടുള്ളൊരു വിസ ടൈപ്പാണ് ഇത്. പക്ഷേ 2 years കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു എംപ്ലോയ്മെൻറ്റ് സ്പോൺസർഷിപ്പ് വേണം നമ്മൾ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ. അല്ലാത്ത പക്ഷം നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകണം എന്നാണ് ഈ ഒരു വിസ ടൈപ്പിന്. ബിക്കോസ് ഇതൊരിക്കലും റിന്യൂ ചെയ്യാൻ പറ്റാത്തൊരു വിസ കാറ്റഗറിയാണ് ഈ ഒരു യൂത്ത് മൊബിലിറ്റി സ്കീം എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് വിസ ഡീറ്റെയിൽസ്. എനിക്കറിയാവുന്ന പരമാവധി ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലും കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ അതിന് റിപ്ലൈ ആയിട്ട് തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ലിങ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കുക. ഞാൻ ഉറപ്പായിട്ടും എന്താ പറയുക അത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് കമൻറ്റ് ബോക്സിൽ കൂടെ തന്നെ ഇനിയൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കില്ല. അതുപോലെ ഇവിടെ വരാനൊക്കെ ഭയങ്കര സിമ്പിളാണ്, എല്ലാ കാര്യങ്ങളും ഭയങ്കര ഓക്കെയാണ്. പക്ഷേ ഇവിടുത്തെ ജോലി ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് എന്താ പറയുക, നാട്ടിലൊരു ടൈപ്പ് ഓഫ് വർക്ക് അല്ല ഇവിടെ. ഇപ്പം ഞാൻ വന്നിട്ട് 2 മാസമായി. ഈ ഒരു 2 മാസത്തിൽ ഞാനൊരു 2 വെയർ ഹൗസിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ 2 വെയർ ഹൗസിലെ എന്താ പറയുക വിശേഷങ്ങളും കൂടെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു പോവാം. അപ്പോൾ പിന്നെ അറിയാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് ജോലികൾക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ ഷെഫിന് വേണ്ടി അപ്ലൈ ചെയ്തു, കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിന് വേണ്ടി അപ്ലൈ ചെയ്തു, കോൾ സെൻറ്ററിൽ അപ്ലൈ ചെയ്തു. പക്ഷെ ഇവിടെ ഒക്കെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ഏഷ്യക്കാരെയൊന്നും അവർ അങ്ങനെ പ്രിഫർ ചെയ്യൂല ഇവിടെ ഉള്ള സ്റ്റോറുകളിലോ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഇതിലൊക്കെ. ബിക്കോസ് അവർക്ക് അവരുടേതായ ലാംഗ്വേജ് അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ആൾക്കാരെ മാത്രമേ അവർ എല്ലാത്തിനും എടുക്കുള്ളൂ. നമുക്ക് കിട്ടുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെയർ ഹൗസ് ജോബായിരിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ സിമ്പിളായിട്ട് കിട്ടാൻ പറ്റുന്ന ഒരു ജോലി എന്ന് പറഞ്ഞാൽ വെയർ ഹൗസാണ്. നമുക്ക് പെട്ടെന്ന് കിട്ടും അത്. പ്രത്യേകിച്ച് അവർക്ക് വേറെ കണ്ടീഷനൊന്നുമില്ല. അവർ ജസ്റ്റ് ചോദിക്കും നമ്മളടുത്ത്, നാട്ടിൽ നമ്മൾ വേറെ ഏതെങ്കിലും വെയർ ഹൗസിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ, നമുക്ക് വല്ല എക്സ്പീരിയൻസ് ഉണ്ടോ പ്രീവിയസ് ആയിട്ട് വെയർ ഹൗസിൽ. അപ്പം നമ്മളെല്ലാവരും ചെയ്യുന്നൊരു എളുപ്പപ്പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങ് തള്ളും. നമ്മളൊരു ടീ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്തു, അല്ലെങ്കിൽ നമ്മളൊരു പിക്കിൾ കമ്പനിയിൽ വർക്ക് ചെയ്തു, അല്ലെങ്കിൽ നമ്മളൊരു ഐസ് ഫാക്ടറിയിൽ വർക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് എഴുതി കൊടുക്കും. പക്ഷെ അത് ഭയങ്കര സിമ്പിളാണ്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വെയർ ഹൗസ് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു 12 hours നമ്മൾ നിൽക്കണം. അത് നമ്മൾ കണ്ടിന്യൂസ് സ്റ്റാൻഡിങ്. ഇവിടെ എല്ലാ ജോലിക്കും നിൽക്കാന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർക്ക് ഇവിടെ സിറ്റ് ചെയ്തിട്ടുള്ളൊരു പണി എന്ന് പറയുന്നില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു കടയിൽ പോയാലും കടയിൽ ആ ആൾക്കാർ ഇരിക്കുകയായിരിക്കും, നമ്മൾ വരുന്നത് വരെ അവർ ഇരിക്കുകയല്ലേ ചെയ്യുക. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്താ പറയുക സ്റ്റാൻഡ് ചെയ്യാണ് ചെയ്യുക. എവിടെയും അവർ കസാല ഇട്ട് കൊടുക്കത്തില്ല. ഇരുന്ന് പണിയെടുക്കാൻ എന്ന് പറഞ്ഞൊരു സ്കീമേ ഇല്ല. സോ ഓൾമോസ്റ്റ് ഈ ഒരു 12 hours ഓഫ് നിന്നിട്ട് നമ്മൾ ഈ പണിയെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ശാരീരിക ബുദ്ധിമുട്ടുകൾ നന്നായിട്ടുണ്ടാവും. സോ നമ്മൾ എന്ത് പണിയും എടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ഈ ഒരു വിസയിൽ കയറി വരുന്നവരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ഇങ്ങനെയൊക്കെ പണിയെടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ട്. എനിക്ക് ഓൾറെഡി തന്നെ നെക്കിന് എന്താ പറയുക IT ജോലി എടുത്തിട്ട് നല്ല നെക്ക് പെയിൻ ഉണ്ടായിരുന്നു. സോ ഇവിടെ വന്നിട്ടാണെങ്കിലും വെയർ ഹൗസിൽ നമ്മളിങ്ങനെ ത്രൂ ഔട്ട് ദ ടൈം പണിയെടുക്കുമ്പം നമുക്ക് എന്ത് ചെയ്യും, നെക്ക് പെയിനൊക്കെ കൂടും. പിന്നെ കാലിൻ്റെ ഉപ്പൂറ്റി വേദന അതിവിടെ ഒരു സ്ഥിര സാധനമാണ്. പക്ഷേ ഇവിടെ എന്താ പറയുക അതിനൊക്കെ ആകെ കൂടെ തരും ഒരു പാരസിറ്റമോൾ. ഈ ഒരു പാരസിറ്റമോളിനെ കൊണ്ട് ഒരു കാര്യമില്ല. ഞാൻ ആദ്യമൊക്കെ പാരസിറ്റമോൾ കുടിച്ച് നോക്കി, നല്ല വേദന കൂടുന്ന ടൈമിൽ. ബിക്കോസ് നമുക്ക് വീക്കിലി എന്താ പറയുക 4 ദിവസമാണ് വർക്ക് വരിക. അപ്പം 3 ദിവസം ബ്രേക്ക് അല്ലെങ്കിൽ 4 ദിവസം ബ്രേക്ക്. സോ അങ്ങനെയാണ് ഇവിടുത്തെ ഒരുവിധം എല്ലാ വെയർ ഹൗസുകളും വർക്ക് ചെയ്യുക. സോ ഞാൻ ആദ്യം പോയ വെയർ ഹൗസ് എന്ന് പറയുന്നത് ഒരു ലോണ്ട്രിയുടെ വെയർ ഹൗസാണ്. അതെന്ന് പറയുന്നത് ഈ ഒരു സ്കോട്ട്ലാൻഡിൽ കംപ്ലീറ്റ്ലി ഉള്ള ഹോട്ടൽസിലെ ഈ വൈറ്റ് ബെഡ്ഷീറ്റ്, വൈറ്റ് പില്ലോ കവർ, നാപ്കിൻസ്, ബെഡ് കവേഴ്സ്, ഡ്യൂവറ്റ് കവേഴ്സ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും യൂസ് ചെയ്തത് അവരൊരു ലോറി കയറ്റിയിട്ട് അവർ തിരിച്ച് നമ്മുടെ ഈ ഒരു വെയർ ഹൗസിലോട്ട് കൊണ്ടുവരും. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഇതൊക്കെ നമ്മൾ എന്താ പറയുക ലോറിയിൽ നിന്ന് എടുത്ത് അവർ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് റാഗുകൾ ഒരു റാഗ്
ടൈപ്പിലാണ്. ഇങ്ങനെ ഒരു ഭയങ്കര ഒരു ഹൈറ്റായിട്ട് എന്താ പറയുക, അങ്ങനെ ഒരു കേജ് പോലത്തെ ഒരു സാധനമാണ്. ഈ റാഗുകൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പുഷ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് കൺവെയർ ബെൽറ്റിലോട്ട് കൊണ്ടുവരും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോരോ എന്താ പറയുക ബക്കിൾ ഇട്ടിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ കാണാൻ പറ്റും. നമ്മൾ ആ ഒരു ബക്കിൾ ഊരിയിട്ട് നമ്മൾ ഫസ്റ്റ് എന്താ പറയുക കൺവെയർ ബെൽറ്റിലോട്ട് തള്ളി ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ കയറി മേളിലോട്ട് പോകും. അവിടെ ചെന്ന് കഴിയുമ്പം അവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മളെപ്പോലെ തന്നെ ഈ ആൾക്കാർക്കൊക്കെ പറയുന്ന പേര് പ്രോസസ് ഓപ്പറേറ്റേഴ്സ് എന്നാണ്. ഇവിടുത്തെ ജോലിക്ക് ഒക്കെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു എന്താ പറയുക പേരുകളുണ്ട്. അങ്ങനെ ഇതിനെ പറയുന്ന ഒരു പേരാണ് പ്രോസസ് ഓപ്പറേറ്റർ എന്ന്. അവിടെ ഒരുപാട് പ്രോസസ് ഓപ്പറേറ്റർമാരുണ്ടാവും. അവർ ഇതിനെയൊക്കെ എന്താ പറയുക സെപ്പറേറ്റ് ചെയ്യും. നാപ്കിനായിട്ടും എന്താ പറയുക കവറായിട്ടും അങ്ങനെ എല്ലാത്തിനെയും സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിനൊരു വലിയൊരു എന്താ പറയുക നമ്മുടെ ഈ ഒരു ക്രെയിനൊക്കെ ഇങ്ങനെ പൊക്കിക്കൊണ്ടുപോലെ അതുപോലത്തെ ഒരു വലിയൊരു സാക്കിലോട്ടാണ് ഇതിനെ ഇടുന്നത്. ഈ സാക്ക് ഡയറക്റ്റ്ലി പോകുന്നത് നേരെ വലിയ വാഷിംഗ് മെഷീനിലോട്ടാണ്. ആ വാഷിംഗ് മെഷീൻ അത് വാഷ് ചെയ്തിട്ട് അത് ഡ്രൈ ചെയ്തിട്ട് അതെന്ത് ചെയ്യും, അത് ഔട്ട്പുട്ടായിട്ട് വരും. ആ സാധനങ്ങളെ നമ്മൾ എടുത്തു കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ നിവർത്തി ഒരു മെഷീനിലോട്ട് ഇടണം. നമുക്കത് നിവർത്തി ഇടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മളൊരു മെഷീനിലോട്ടൊരു ഇൻപുട്ട് കൊടുക്കുന്ന കാരണം അത് ഭയങ്കര നിവർന്ന് തന്നെ നിൽക്കണം. പിന്നെ ഇത് എന്താ പറയുക ഒരുപാട് തുണി ടൈപ്പ് ആയത് കാരണം നമുക്ക് എപ്പോഴും തിരിഞ്ഞ് എടുക്കേണ്ടി വരും. ലൈക്ക് എപ്പോഴും നമുക്ക് മുന്നേ തന്നെ സാധനം വെക്കാൻ പറ്റില്ല, ബിക്കോസ് അതിനുള്ള സ്പേസ് ഉണ്ടാവില്ല. അത് കാരണം നമ്മൾ എപ്പോഴും തിരിഞ്ഞെടുക്കേണ്ടി വരും. സോ അങ്ങനെ ഞാൻ എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ സാധനങ്ങൾക്ക് ഓരോ എന്താ പറയുക ടാർഗറ്റ്സ് ഉണ്ട്. ലൈക്ക് ഇപ്പം നമ്മൾ പില്ലോ ആണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു 500 പില്ലോ എങ്കിലും ഒരു ഹവറിൽ 500 പില്ലോ കേസെങ്കിലും നമ്മൾ നിവർത്തി ഒരു ഹവറിൽ ആ മെഷീനിലേക്ക് ഇൻപുട്ട് കൊടുക്കണം. ഇപ്പം എന്താ പറയുക ടവൽസ് ആണെങ്കിൽ അത് നമുക്കൊരു 850 എണ്ണമാണ്. ഔട്ട് ഓഫ് ദിസ് 850 ഞാൻ ഓൾമോസ്റ്റ് ഒരു 570 580 അത്രയൊക്കെയാണ് ഞാൻ എത്തിക്കാറുള്ളത്. ബിക്കോസ് 850 ഒന്നും എന്നെക്കൊണ്ട് എത്തിക്കാൻ പറ്റാറില്ല. ബിക്കോസ് ഇവിടുത്തെ ആൾക്കാർക്ക് അത് നന്നായിട്ട് പറ്റും. ബിക്കോസ് അവരൊക്കെ ട്രെയിൻ ചെയ്ത് വന്നതാണോ സ്കൂളിൽ നിന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവന്മാരൊക്കെ നല്ല കൂളായിട്ട് എന്ത് ചെയ്യും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും. അവരൊക്കെ ഇത് ഭയങ്കര കൂളായിട്ട് തന്നെ ഇവരത് എടുത്തിടും. പക്ഷെ ഞാൻ ഓൾമോസ്റ്റ് 570 ടൈംസ് പെർ ഹവർ ഇങ്ങനെ തിരിഞ്ഞ് കളിച്ചിട്ട് ഓൾമോസ്റ്റ് എനിക്കൊരു 2-3 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കരമായിട്ടും എൻ്റെ ഇയർ ബാലൻസ് പോയി, എനിക്ക് വേർട്ടിഗോ അടിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ എനിക്ക് GP രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ. ബിക്കോസ് ഞാൻ വന്നിട്ട് ആകെ ഒരു എന്താ പറയുക 3-4 ആഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ GP രജിസ്ട്രേഷന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ ഈ ഒരു തലകറക്കം വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടുത്തെ GPനെ കാണാൻ വേണ്ടി പോകുന്നത്. GP എന്ന് പറഞ്ഞാൽ ജനറൽ പ്രാക്ടീഷണർ. നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഏരിയൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു ക്ലിനിക്കിലായിരിക്കും നമുക്ക് ആ രജിസ്ട്രേഷൻ നമുക്ക് ഇഷ്ടമുള്ളപ്പം എടുക്കാൻ പറ്റുന്നത്. സോ അങ്ങനെയുള്ളൊരു GP രജിസ്ട്രേഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ തല കറങ്ങി അവിടെ ചെന്ന് കാര്യം പറഞ്ഞവരോട് എനിക്ക് ഭയങ്കര തലകറക്കമാണ്, ഇങ്ങനത്തെ ഒരു പണി എടുത്തിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണണം. ബിക്കോസ് എൻ്റെ കയ്യിൽ എന്താ പറയുക സ്റ്റൂജിറോണോ വേർട്ടിനോ അങ്ങനത്തെ ഒരു മരുന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. സോ ആ ഒരു പേർപ്പസ് കാരണമാണ് ഞാൻ അവരുടെ അടുത്ത് എന്താ പറയുക റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർ അവരപ്പോൾ തന്നെ മെഡിസിൻ തരുമോ ഒന്നും ചെയ്തില്ല. പിന്നെ 2 to 3 ഡേയ്സ് എൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഓൾമോസ്റ്റ് 1 week to 2 weeks ഞാൻ ഈ ഒരു തലകറക്കം വെച്ച് തന്നെ ഞാൻ ആ ജോലിക്ക് പോയി. പിന്നെ അതിന് ശേഷം ഞാൻ ഇവിടുത്തെ ഡോക്ടറെ കണ്ടപ്പം അവരുടെ അടുത്ത് പറഞ്ഞു എന്തായാലും റെസ്റ്റ് വേണം. ബിക്കോസ് എന്നാൽ മാത്രമേ എന്താ പറയുക ഈ ഒരു ഇയർ ബാലൻസ് ഫ്ലൂയിഡ് റിട്ടേൺ ആയിട്ട് വരത്തുള്ളൂ. ബിക്കോസ് നമുക്ക് ഈ ഒരു എന്താ പറയുക ഇവിടെ ഒന്നും ആരും ഇങ്ങനത്തെ കേസൊക്കെ മരുന്ന് കുടിക്കത്തില്ല. സോ നമ്മളതിന് എന്തായാലും റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു 1 week റെസ്റ്റ് എടുത്തു. ആ ജോലിയിൽ നിന്ന് എനിക്ക് ടെർമിനേഷൻ ലെറ്റർ കിട്ടി. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ടെർമിനേഷൻ ലെറ്റർ ഇവിടെ വന്നിട്ടുള്ളത്. ബിക്കോസ് ടെർമിനേഷൻ ലെറ്റർ കിട്ടുമെന്നൊക്കെ ഞാൻ പല ആൾക്കാരും പല ഫ്രണ്ട്സും എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. പക്ഷേ എൻ്റെ ലൈഫിലെ ആദ്യത്തെ ടെർമിനേഷൻ ലെറ്റർ അതായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയും കൂളൊക്കെ ആയിരുന്നു. ബിക്കോസ് അടുത്ത ആഴ്ച തന്നെ എനിക്ക് അടുത്തൊരു വെയർ ഹൗസിലേക്കുള്ള ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് ഓൾറെഡി ഞാൻ അപ്ലൈ ചെയ്തത് കാരണം എനിക്ക് എന്താ പറയുക ഞാൻ ഭയങ്കര സാഡൊന്നും അല്ലായിരുന്നു അന്ന് ഞാൻ എന്താ പറയുക ആ ഒരു ജോലി രണ്ടാമത് ഞാൻ വീണ്ടും ഒരു വെയർ ഹൗസ് പോകാൻ വേണ്ടിയിട്ട് ഒരു ഏജൻസി ത്രൂ ആണ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഏജൻസി പോയി വീണ്ടും രണ്ടാമത്തെ വെയർ ഹൗസ് എന്ന് പറയുന്നത് ഒരു സീ ഫുഡിൻ്റെ വെയർ ഹൗസാണ്. അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ട്, പിന്നെ എന്താ പറയുക പാക്കിങ്ങും ഉണ്ട്. സോ അവിടുത്തെ പാക്കിംഗ് സെക്ഷനിലാണ് ഞാൻ കൂടുതലും വർക്ക് ചെയ്യുന്നത് ഇപ്പം. ബിക്കോസ് ആ ഒരു സീ ഫുഡുകളൊക്കെ ഇങ്ങനെ എന്താ പറയുക
ഫ്രീസറിൽ നമ്മൾ എന്താ പറയുക ഫ്രഷായി കിട്ടുന്ന സീ ഫുഡ്സൊക്കെ കീപ്പ് ചെയ്യും. എന്നിട്ട് പക്ഷെ അതിന് വേണ്ടത്ര ഇപ്പം ലൈക്ക് വലിയ വലിയ അവിടുത്തെ ഫുഡ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ഇൻഡസ്ട്രീസിലേക്ക് എന്താ പറയുക ഇങ്ങനത്തെ പാക്ഡ് ആയിട്ടുള്ള സീ ഫുഡ്സിനെ പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ഒരു ഫാക്ടറി ചെയ്യുന്നത്. ലൈക്ക് ഇവിടെ മെയിൻലി പ്രോൺസ്, സ്കാലപ്സ്, പിന്നെ സീബാസ്, സാൽമൺ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ബീർ ബാറ്റേഡ് സാധനങ്ങൾ അതൊക്കെയാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മളൊക്കെ തേങ്ങാപ്പാലിലിട്ട് മീൻകറി വെക്കുന്ന പോലെ ഇവർക്കിവിടെ മെയിൻലി ബീറാണ് അവരെ ഏറ്റവും വലിയൊരു സാധനം. ബിക്കോസ് ഞാനിങ്ങനെ ഓരോ പാക്ക് ചെയ്യുമ്പോഴും ഞാൻ അതിൻ്റെ മേളിൽ എന്തൊക്കെയാണെന്നുള്ളത് ഇങ്ങനെ വായിച്ചു നോക്കും. അപ്പം നോക്കുന്ന സമയത്താണ് എന്താ പറയുക ഇവിടെയൊക്കെ എല്ലാത്തിനും ബീർ ബാറ്റേഡ് സാധനങ്ങളാണ്. പക്ഷെ ഒന്നും കണ്ടു കഴിഞ്ഞാൽ നമുക്കങ്ങനെ ടേസ്റ്റ് ആയിട്ടോ കഴിക്കാനൊന്നും വലിയൊരു ടെംപ്റ്റേഷൻ ഒന്നും തോന്നത്തൊന്നുമില്ല. ഇത് ഭയങ്കര വലിയൊരു വെയർ ഹൗസ് പോലെയാണ്, ഭയങ്കര വലുതായിട്ട്. ബിക്കോസ് പ്രൊഡക്ഷൻ ഏരിയ അപ്പുറത്തെ സൈഡിലും പാക്കിംഗ് ഇപ്പുറത്തെ സൈഡിലും. അപ്പം നമുക്ക് വേണ്ട ഇൻപുട്സ് വലിയ എന്താ പറയുക ഇങ്ങനെ ഈ സാധനത്തിൽ എന്തിങ്ങനെ ഉന്തിക്കൊണ്ടുവരിക ചെയ്യുക. ഇങ്ങനെ ഒരു ലിഫ്റ്റ് പോലത്തെ ഒരു സാധനത്തിൽ അവരിങ്ങനെ ഉന്തിക്കൊണ്ടെന്ന് നമുക്ക് കൊണ്ടുത്തരും. അപ്പം ഒരാൾ ഈ കൺവെയർ ബെൽറ്റിലോട്ട് ഈ ഒരു ഓരോ പാക്കറ്റായിട്ട് ഇടും. അപ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ആ ഒരു മെഷീൻ തന്നെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് അടിച്ചു തരും. ബിക്കോസ് അതിനെ എന്താ പറയുക പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ഇവിടെ എന്താ പറയുക ഒരു മെഷീൻ ഉണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ ഉള്ളൊരു മെഷീൻ. ആ മെഷീനിൽ നമുക്ക് ഡേറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഞങ്ങളുടെ സൂപ്പർവൈസറാണ് യൂഷ്വലി അത് ചെയ്യുന്നത്. സോ ആൾ നമുക്കത് സെറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഓരോ പാക്കായിട്ട് കൺവെയർ ബെൽറ്റിൽ കൂടെ വരും. അപ്പം നമ്മളൊരു എന്താ പറയുക സംഭവമായിട്ട് ഇപ്പോൾ ഒരു 4 അല്ലെങ്കിൽ ഒരു 8 അങ്ങനത്തെ ചെറിയ പെട്ടികൾ എടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു പെട്ടി നമ്മുടെ കയ്യിലുണ്ടാവും. പക്ഷെ നമ്മൾ ആ പെട്ടി നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ പെട്ടിയിലോട്ട് വെക്കണം. പക്ഷെ അത് നമ്മൾ പെർ ഹാറൊക്കെ ഒരുപാട് പെട്ടികൾ നമ്മൾ അങ്ങനെ ചെയ്യും. ബിക്കോസ് നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് ചിലപ്പം ഒരു 1000 പെട്ടി അല്ലെങ്കിൽ 1500 പെട്ടിയൊക്കെ ആയിരിക്കും നമ്മൾ പാക്ക് ചെയ്യുന്നത്. സോ അത്രയും ഫാസ്റ്റായിട്ട് നമ്മൾ ചെയ്യണം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഒരു പെട്ടി പോലും പിക്ക് ചെയ്യുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ. ലൈക്ക് നമ്മളൊക്കെ ആണെങ്കിൽ ഒരു പെട്ടി വന്നു കഴിഞ്ഞാൽ നമ്മളെ പെട്ടിനെ ചാടി കയറി ഇങ്ങനെയാണ് പിടിക്കുക. ലൈക്ക് ഇങ്ങനെയായിരിക്കും നമ്മളൊരു പെട്ടീനെ പിടിച്ച് പൊക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെയാണ് പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കുക. അതൊരു ഭയങ്കര വെറൈറ്റിയാണ്. ലൈക്ക് ഞാൻ എന്താ പറയുക ഇവിടെ ഒബ്സർവ് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ എത്രയോ പ്രായമായിട്ടുള്ള നമ്മളെക്കാളൊക്കെ ഒരുപാട് വയസ്സായിട്ടുള്ള ലൈക്ക് 60s 70s ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരൊക്കെ 12 hours ഒക്കെ ഭയങ്കര എന്താ പറയുക സുഖമായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് അവർ വർക്ക് ചെയ്യും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് ഇതൊന്നും ശീലമില്ലാത്തതുകൊണ്ട് നമുക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അഡാപ്റ്റ് ആവാനായിട്ട്. ലൈക്ക് ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് ഒരു 6 weeksനടുത്തായി ഇങ്ങനത്തെ വെയർ ഹൗസ് പോകുന്നു. പക്ഷെ സ്റ്റിൽ എനിക്ക് നല്ല കാലുവേദനയാണ്. ഇപ്പം എന്താ പറയുക വെയർ ഹൗസ് പോവാതെ ഇന്നൊരു ലീവുള്ള ദിവസം, ബട്ട് സ്റ്റിൽ എനിക്ക് ഭയങ്കര കാലുവേദനയാണ്, ഒരു രക്ഷയില്ലാത്ത വേദന. ബിക്കോസ് നമ്മളിങ്ങനെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും നമുക്ക് ഭയങ്കര പെയിൻഫുള്ളാണ് എന്താ പറയുക കാലിനൊക്കെ ഉള്ളത്. ലൈക്ക് പിന്നെയാണെങ്കിൽ ഇവിടെ എന്താ പറയുക മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു മരുന്ന് ഒന്നും നമുക്ക് കിട്ടാനില്ല. ലൈക്ക് ഏറ്റവും കൂടിയാൽ നമുക്ക് കിട്ടാനുള്ളത് ഒരു പാരസെറ്റമോളാണ്. ഞാൻ പലപ്പോഴും പല ഡോക്ടറെയും വിളിക്കുമ്പോഴും എല്ലാവരും എനിക്ക് പലതരം പാരസെറ്റമോളുകൾ എഴുതി തരും. എന്നിട്ട് പറയും ടേക്ക് ദിസ് വിൽ ഹെൽപ്പ് യു, ദിസ് വിൽ ഹെൽപ്പ് യു. പക്ഷേ ഇതൊന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല നമ്മളെ. സോ ഇങ്ങനത്തെ ഓരോ വിസ ടൈപ്പിലൊക്കെ വരുമ്പം നമ്മൾ നമ്മുടേതായ ജോലി കിട്ടുന്നവരെ നമ്മൾ എന്ത് പണിയും ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലുള്ള പലതരം ബാരിയേഴ്സ് നമുക്ക് എപ്പോഴും ഉണ്ടാവും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക നോക്കിയിട്ടൊക്കെ വരുന്നതാണ് എന്നും ബെറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷവുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.